ഗെറ്റ് റെഡി വിത്ത് മീ പൂർണ്ണത്രേശന്റെ അമ്പലത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. ലിപ് ബാം ഇട്ടു. ഡോക്കിന്റെ നയാസിനിമേഡ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഞാൻ ഇടുന്നത്. ഫേസിൽ മാത്രമേ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്ലഷ് ഇടണം. എന്റെ ബ്ലഷ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു. പുതിയ ബ്ലഷ് കണ്ടെടുത്തേണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പ്. പിന്നെ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ പോൺസിന്റെ പൗഡർ യൂസ് ചെയ്യും കേട്ടോ. നൈക്കയുടെ റൂബി സോർ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ സുഡിയോന്ന് മേടിച്ചിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കമ്മലിട്ടു, ഷോൾ ഇട്ടു, പൊട്ടുകുത്തി. ഇത് എനിക്ക് ആക്ച്വലി ഈ ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നത് ശ്രേയാരോഷിയാണ് കേട്ടോ. ശ്രേയാരോഷിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടുക എന്നപ്പോ. റെഡ് കളർ ചുരിദാർ ശരിക്കും നല്ല ഭംഗിയുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. പിന്നെ ഓസം എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ കാലങ്ങളായി ആറ്റുനോറ്റ് പൂർണ്ണത്രേശന്റെ അമ്പലത്തിലേക്ക് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഗൈസ് മഴക്കാറ് കണ്ടപ്പോഴും കുഴപ്പമില്ലാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ചെരുപ്പാട് കൗണ്ടറിൽ കയറി അമ്പലത്തിൽ കയറിയപ്പോൾ പേരുമഴ. ഒരു 2.5 മണിക്കൂർ അമ്പലത്തിന്റെ അവിടെ നിന്നു. പക്ഷെ എന്നാലും മനസ്സറിഞ്ഞ് തൊഴുതു കേട്ടോ. അങ്ങനെ ഞാനും അവനും കുറച്ചധികം നേരം മഴ നനഞ്ഞു.